വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 23, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു: നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചുകൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. വചന വിചിന്തനം. താഴ്മയെയും യഥാർത്ഥ നേതൃത്വത്തെയും കുറിച്ച് നൽകുന്ന പാഠമാണിത്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കാപട്യത്തെയും അഹങ്കാരത്തെയും യേശു വിമർശിക്കുന്നതായി വചനത്തിൽ നാം കാണുന്നു. അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നു. അവർ നിയമം പഠിപ്പിക്കുന്നു, എന്നാൽ സ്വയം ജീവിക്കുന്നില്ല. കനത്ത പ്രതീക്ഷയിൽ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നു, അവർ ഉയർത്തുന്നില്ല. നാം പഠിക്കുന്ന മതബോധനം നമ്മുടെ പ്രവൃത്തികളുമായി യോജിച്ചു പോകണം. അധികാരം എന്നത് സ്ഥാനമാനങ്ങളോ അംഗീകാരമോ നേടാനുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകാനും യഥാർത്ഥ ഹൃദയത്തോടെ സേവിക്കാനുമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നേതൃത്വം എന്നത് നമ്മെ തന്നെ ഉയർത്തുന്നതല്ല, ദൈവത്തെ ഉയർത്തുന്നതും നിസ്വാർത്ഥതയിലൂടെ മഹത്വം കൈവരിക്കുന്നതുമാണ്. നമ്മുടെ സ്വന്തം ഹൃദയങ്ങളും മനോഭാവങ്ങളും പരിശോധിക്കാം. മറ്റുള്ളവരെ യഥാർത്ഥ കരുതലോടെയും സ്നേഹത്തോടെയും സേവിക്കുന്നവരാകാം. യേശുക്രിസ്തു നൽകിയ ഈ പഠനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം.